സംസ്ഥാനത്ത് 503 പുതിയ ബസ് റൂട്ടുകൾക്ക് അനുമതി. നഗര ഗ്രാമ പ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യങ്ങളുടെ കുറവ് പരിഹരിക്കാനും ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കാനും സംസ്ഥാനത്ത് പുതിയ 503 ബസ് റൂട്ടുകൾക്കാണ് അനുമതിയായത്. ഗതാഗത കമ്മീഷണർ സമർപ്പിച്ച കേരള പബ്ലിക് ട്രാൻസ്പോർട്ട് അർബൻ റൂറൽ ഇന്റഗ്രേഷൻ ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി പദ്ധതി പ്രകാരമാണ് റൂട്ടുകൾ അനുവദിച്ച് മോട്ടോർ വാഹന വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. നിയമസഭാംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, മറ്റ് ബന്ധപ്പെട്ട കക്ഷികൾ എന്നിവരിൽ നിന്നും ലഭിച്ച നിവേദനങ്ങൾ പരിഗണിച്ചാണ് റൂട്ടുകളിൽ തീരുമാനമെടുക്കുന്നത്. റൂട്ടുകളിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. പുതിയ ലൈസൻസ് നൽകാനും പുതുക്കാനുമുള്ള അധികാരം ബന്ധപ്പെട്ട റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്കാണ്. 5 വർഷമാണ് ലൈസൻസ് കാലാവധി. തൃപ്തികരമായ സേവനം നടത്തിയാൽ ലൈസൻസ് പുതുക്കി നൽകും. ഓരോ റൂട്ടിലും അനുവദിക്കുന്ന ലൈസൻസുകളുടെ എണ്ണം റൂട്ടിന്റെ സാധ്യതയനുസരിച്ച് പരിമിതപ്പെടുത്തും. സമയക്രമം RTO തീരുമാനിക്കും. ഡ്രൈവർക്കും കണ്ടക്ടർക്കും സാധുവായ ലൈസൻസ് ഉണ്ടെന്ന് ലൈസൻസ് ഉടമ ഉറപ്പാക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടാകണം. ലൈസൻസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പുതിയ സ്റ്റേജ് കാരേജ് വാഹനങ്ങൾക്കാണ്. വാഹനം ബസ് ബോഡി കോഡ് വ്യവസ്ഥകൾ പാലിക്കുന്നതാകണം. സ്പീഡ് ഗവർണർ, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം, ഡിജിറ്റൽ ടൈം പഞ്ചിംഗ് സൗകര്യം എന്നിവ വാഹനത്തിലുണ്ടാകണം. കുറഞ്ഞത് 5 ക്യാമറകളും ഡ്രൈവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് തിരിച്ചറിയാനുള്ള സെൻസർ കൂടിയ ക്യാമറയും വേണം. ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ വാഹനത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഇടതുവശത്തും ഉണ്ടാകണം. അപേക്ഷ ഓൺലൈനായാണ് സ്വീകരിക്കുക. RTO പൊതുവിജ്ഞാപനത്തിലൂടെ അപേക്ഷ ക്ഷണിക്കും. ഓൺലൈൻ പോർട്ടലിലൂടെ അപേക്ഷ നൽകണം. അപേക്ഷകൾ RTO പരിശോധിച്ച് വ്യവസ്ഥകൾക്കനുസൃതമായ ലൈസൻസ് അനുവദിക്കും. അർഹരായ അപേക്ഷകരുടെ എണ്ണം ലഭ്യമായ ലൈസൻസുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ ഓൺലൈൻ ലേലം വഴിയാകും ലൈസൻസ് അനുവദിക്കുക.